ഹലോ മച്ചന്മാരെ, അപ്പോഴിന്ന് കേബിൾ കണക്ഷനാണ്. അപ്പോൾ നാട്ടിൽ ഇലക്ട്രിക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ സൗദിയിൽ വരാൻ നേരത്ത് മിക്കുള്ളവരും പറയുന്നുണ്ട് നാട്ടിലെ വർക്കല്ല ഇവിടുത്തെ വർക്ക് വേറെയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൈനിൻ്റെ പ്രത്യേകതയാണ്. നമ്മളെ നാട്ടിൽ 220 ലൈനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 110 ഉണ്ട്, 220 ഉണ്ട്. 220 ഇപ്പോൾ ഇവിടെ വന്ന് തുടങ്ങിയത് വെച്ചാൽ ഒരുവിധം ആയി, എല്ലായിടത്തും 220 ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലൈൻ എന്ന് വെച്ചാൽ 110ആണ്. 110 എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ മീറ്റർ ബോക്സ്. മീറ്റർ കാര്യങ്ങളെല്ലാം അവരൊന്ന് സെറ്റ് ചെയ്തിട്ട് പോവും. അതിനകത്ത് നമ്മൾ RYB ന്യൂട്രൽ ലൈൻ കൂടുതൽ ഇവിടെ എർത്തായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ന്യൂട്രൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് 110 ഈ രണ്ട് ലൈൻ തമ്മിൽ കൊടുക്കാൻ നേരത്താണ് 220 ലൈൻ വരുന്നത്. ആറും വൈയും കൊടുക്കാൻ നേരത്തെ 220 ആവും, വൈയും ബ്ലൂവും കൊടുക്കാൻ നേരത്തെ 220 ആവും, റെഡും ബ്ലൂവും കൊടുക്കാൻ നേരത്തെ 220 ആവും. അങ്ങനെയാണ് ഇവിടെ ലൈൻ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബ്ലാക്ക് ന്യൂട്രായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇവിടെ അത് എർത്തിനായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. കേബിൾ വന്നിരിക്കുന്നത് 3516-ൻ്റെയാണ്. നമ്മളെ RYB 35 mm എർത്ത് വന്ന് 16-ൻ്റെയാണ്. അപ്പോൾ ഇതിനകത്ത് റിയൽ കേബിളാണ്, വലുതായിട്ട് കാണാൻ പറ്റും, നോക്കട്ടെ കാണിച്ചുതരാം. അറിയാൻ പാടാം. ഇപ്പോഴേ ജോയിൻ്റ് ചെയ്താൽ കാണിക്കാം. ഇതാണ് കേബിളിൻ്റെ തിക്നെസ്. ഞാൻ പറഞ്ഞില്ലേ, RYB നല്ല തിക്നെസ്സും എർത്തായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ന്യൂട്രലേ അത് തിക്നെസ് കുറവാണ്. ഇതൊരു 10 കൊല്ലം മുമ്പ് ഇട്ട കേബിളാണ്, അതുകൊണ്ടാണ് ഇത് അത്രയും പൊടിഞ്ഞു പോയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതും പൊടിഞ്ഞു പോയിട്ടുണ്ട്. പേരടിച്ച് പൊടിയുന്നതാണ്. അവിടെ മൊത്തം പൊടിയൊക്കെ ആയി, എല്ലായിടും പൊടിയാണ്. ഇത് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്, പെട്ടെന്ന് കട്ടായി വരത്തില്ല. പ്രത്യേകിച്ച് റിയാദ് കേബിളായതുകൊണ്ട് കുറച്ച് പാടാണത്. ഇത്രയും ലെന്ത് വേണ്ട, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയുന്നത്. ഇവിടെ അകത്തേക്ക് 2 dB, അകത്ത് ബിൽഡിങ്ങിനകത്ത് 2, ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമായിട്ട്. പിന്നെ മതിലൊരു dB എന്ന് വെച്ചാൽ തബ്ലൂൺ, ഇവിടെ തബ്ലൂൺ എന്ന് പറയുന്നത് അറബിൽ. ഇപ്പോൾ അകത്തേക്ക് 35-ൻ്റെ കേബിളും പുറത്ത് മതിലിലേക്ക് 16-ൻ്റെ കേബിളും എടുത്തിരിക്കുന്നത്. പിന്നെ ഓരോ dBക്കും ഓരോ മെയിൻ സ്വിച്ച്, അതുപോലെ ഓരോ മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ടാണ് മീറ്റർ വർക്കാവാത്തത്. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ലൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. സാധാരണ നാട്ടിൽ ആറും വൈയും നമ്മൾ എല്ലാം കൂടെ കൊടുക്കാൻ നേരത്ത് ഒരു 380ഓളം കാണിക്കണം, 2 ഫേസാണ്. പക്ഷെ ഇവിടെ കൊടുക്കാൻ നേരത്ത് നോക്കിയോ, ഇവിടെ കൊടുക്കാൻ നേരത്ത് 220 ഉള്ളൂ. അതുപോലെ തന്നെയാണ് സെയിം 120. ആറും എല്ലാം കൂടെ കൊടുക്കാൻ നേരത്ത് 200 സംതിങ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രത്യേകത, കറണ്ടിൻ്റെ പ്രത്യേകത. 110 ലൈനാണ്. അതിപ്പം എല്ലായിടത്തും ഇല്ല, പുതുതായിട്ട് വയ്ക്കുന്നിടത്ത് മിക്കുള്ളിടത്തും 220 ലൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് 110 ലൈനാണെങ്കിൽ മഴ പെയ്ത് ചെറിയ കാറ്റെന്തെങ്കിലും ഒരു ലൈനായിട്ട് ഷോർട്ടായാൽ മതി, അവിടെ ലൈറ്റ് കിടന്ന് മിന്നി കളിക്കും. അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതൊരു പഴയൊരു വീടായിരുന്നു, അവിടെ മതിലിൽ വയറിങ് ചെയ്ത് അത് മൊത്തത്തിൽ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. അവിടെ നമ്മളത് പോയി ക്ലിയർ ചെയ്ത് കൊടുത്തു. അവിടെയൊക്കെ വയർ ഓപ്പണാറ്റും കാര്യങ്ങളൊക്കെയാണ് അടിച്ച് വെച്ചിരുന്നത്. ഓപ്പണാറ്റ് അടിച്ച് വെച്ച് അത് വെയിലും അടിച്ച് മഴയും പെയ്ത് അതിൻ്റെ ഇൻസുലേഷൻ മൊത്തം പോവുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ ചെറിയ ഷോർട്ടുണ്ടായി. അതിനതൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് എടുക്കുന്ന വർക്കിൽ അവരോട് പറയുന്നത് 110 ലൈൻ വേണ്ട, 220 ലൈനാണ് ഏറ്റവും നല്ലത്, അത് കൊടുക്കാനാണ് നമ്മൾ പറയുന്നത്. കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് പഴയതായതുകൊണ്ടാണ് ഇവിടെ സ്ക്രൂ ടൈപ്പ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ലെഗ് അടിച്ച് കൊടുക്കുന്ന ടൈപ്പാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അതാണ് ഇവിടെ സേഫ്. ഇതാണ് കുറച്ച് കളയുന്നതിന് ചിലപ്പോൾ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കേബിളേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 dB വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഗ്രൗണ്ട് ഫ്ലോർ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് താഴത്തെ dB കേബിൾ മാത്രം കൊടുത്തിട്ടുള്ളത്.
ബാക്കി ഫസ്റ്റ് ഫ്ലോറുണ്ട്, മതിലിൻ്റെ ഉണ്ട്, എല്ലാം ബാക്കിയാണ്. അതിനി അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.